കള്ളപ്രചരണം, ദുഷ്പ്രചരണം നടത്താൻ UDF-നെ പോലെ LDF-ന് കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ UDF-ൽ കേരള കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസും. ഇവരൊന്നും തന്നെ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലും മാത്രമല്ല അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പം മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുസ്ലിം ലീഗുകാരനാണെന്നുണ്ടെങ്കിൽ അവൻ ഒരേ സമയം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, അവൻ ഏത് മത സംഘടനയാണോ, ഇപ്പോൾ സുന്നി വിഭാഗമാണെങ്കിൽ, മുജാഹിദ് വിഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെങ്കിൽ, കുടുംബ ഗ്രൂപ്പുകൾ, മഹല്ല് കമ്മിറ്റികളുടെ ഗ്രൂപ്പുകൾ, ഇതിലേക്കൊക്കെ തന്നെ ഇവർ ഈ മെസ്സേജ് വിടുകയാണ് ഒരേ സമയം. അപ്പോൾ എല്ലാ സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്കും ഇതെത്തുകയാണ്. കേരള കോൺഗ്രസിലെ ക്രൈസ്തവരെ ഉപയോഗിച്ചുകൊണ്ട്, കോൺഗ്രസിലെ ക്രൈസ്തവരെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടവകകളിലേക്ക്, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കും, സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പുകളിലേക്ക്, കാസ ഗ്രൂപ്പുകളിലേക്ക്, കോൺഗ്രസിലെ ഹിന്ദുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ക്ഷേത്ര കമ്മിറ്റി ഗ്രൂപ്പുകളിലേക്ക്, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ അവർ വിടുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പൊതുവെ ചെയ്യാറില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകളിലേക്ക് മാത്രമാണ് ഇത് വിടുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ മാത്രമായിട്ട് ഈ അറിവുകൾ പരിമിതപ്പെടുകയാണ്. എന്നാൽ ഈ ദുഷ്പ്രചരണവും കള്ളപ്രചരണവും എല്ലാ മതസമുദായങ്ങളിലേക്കും ഒരേ സമയം പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.